ഹലോ കൈ സുഖല്ലേ? ഓണായിട്ട് പരിപാടിയൊന്നും ഇല്ലേ ദുബൈയിൽ എന്ന് വെച്ചിട്ട്? ദുബൈയിൽ പരിപാടി ഇല്ലാതെ ആ പരിപാടിയേ ഇല്ലു. അതും ഭയങ്കരമായ പരിപാടി. ഷാർജ എക്സ്പോ സെന്ററിലായിരുന്നു പരിപാടി. ഓണമാമാങ്കന്നാണ് പരിപാടിന്റെ പേര്. നല്ല സദ്യയെല്ലാം ഉണ്ട്. സദ്യ കഴിക്കലായിരുന്നു മെയിൻ പരിപാടി. കാരണം ഇങ്ങനത്തെ സദ്യ ഉണ്ടല്ലോ, അത് ഒന്നൊന്നര സദ്യ ഒന്നും ഉറപ്പുണ്ടായിന്. അതുകൊണ്ട് തന്നെ പോയിന്. കുറെ കറികളും 2-3 തരം പായസവും പിന്നെ മാങ്ങക്കറി ഉണ്ട്. മോനെ, ഞാൻ ഇതുവരെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സദ്യ കഴിച്ചില്ല. എന്ത് ടേസ്റ്റ്! ലാസ്റ്റ് ആ പപ്പടവും പഴവും പിന്നെ ഈ 2 തരം പായസം വെച്ചിട്ട് കുഴച്ചിട്ടുണ്ടല്ലോ മോനെ, ഒരു പിടുത്തം പിടിക്കുമ്പോണ്ടല്ലോ ഈ ഉണ്ടാക്കിയത് ആരെന്ന് അറിയില്ല. അവർക്ക് 1000 നമ്മളെ മാവേലി നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പല ഭാഗത്തും പല പരിപാടിയും നടക്കുന്നുണ്ട് കേട്ടാ. കുറച്ച് കഴിയുമ്പോൾ അടുത്ത് ചെണ്ടമുട്ട കേൾക്കുന്നുണ്ട്. നേരെ അടുത്തേക്ക് പോയി എന്റെ മോനെ ഇവരുണ്ടാക്കുന്ന ഒരു ഓളം ഉണ്ടല്ലോ, അത് അവിടെ പോയിട്ട് തന്നെ അറിയണം. എല്ലാരും ആടില്ല, എല്ലാരും തുള്ളി കളിക്കുന്നുണ്ട്. ചെറുതുമില്ല വലുതുമില്ല വയസ്സില്ല ഒന്നുമില്ല. മോനെ മജാ മജ. ഈ ഒരു പരിപാടിക്ക് പോവാത്തവർക്ക് ഇതൊരു നഷ്ടമാണ് കേട്ടാ. അത് ഒന്നൊന്നര നഷ്ടം. അതാണ് നിസ്കാരം കഴിഞ്ഞിട്ട് താഴെ എത്തുമ്പോ കണ്ട് വീണ്ടും പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ കണ്ട് പൃഥ്വിരാജെല്ലാം വരുന്നുണ്ട്. പിന്നെ ഒന്നും പറയണ്ട, ജനങ്ങള് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് നിറഞ്ഞിട്ട് അടക്കാവും. ഇനി അങ്ങനെയുണ്ട്. പിന്നെ സ്റ്റീഫൻ ദേവസ്യ അങ്ങനെ പാട്ടുകാരായിട്ട് പിന്നെ കണ്ണും ചവിടില്ല മോനെ. ഇങ്ങനെ ഒരു പരിപാടി തന്നെ നടക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം അങ്ങനെയും ജനങ്ങളുണ്ടായി അത്രക്കും ആസ്വദിച്ച് കളിക്കുന്നുണ്ട്. എല്ലാരും ഹാപ്പി. നാട്ടിൽ ഓണം കഴിഞ്ഞാലും ഇവിടുത്തെ ഓണം അവസാനിക്കുന്നില്ല കേട്ടാ. ഇവിടെ എല്ലാ മാസവും പിന്നെ ഓണപരിപാടി തന്നെ. അനാൻഷ വന്നിട്ട് ചിറാപ്പൂഞ്ചിയെല്ലാം പാടുന്നുണ്ട്. അവന്റെ ബ്രദറും പാടുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് നമ്മള് വന്ന്. അപ്പൊ ഓക്കെ ബൈ.